ഹായ് സ്റ്റുഡൻസ്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ 2 വീഡിയോയിലായിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാം, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അതിൻ്റെ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് കൂടുതൽ ക്ലിയർ ആവാൻ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഫോളോയിങ് ആർ ദ ലാബിലിറ്റീസ് and assets of the Burma Limited as on 31st March 2015. ലാബിലിറ്റീസ് തന്നിട്ടുണ്ട്, അതുപോലെ അസറ്റ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ 5 lakh ആൻഡ് പ്രിഫറൻസ് ഷെയർ 7,50,000, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 50,000, പ്ലാന്റ് ആൻഡ് മെഷീനറി, പാറ്റന്റ്, സ്റ്റോക്ക് ആൻഡ് ട്രേഡ്, സൺഡ്രി ഡെപ്റ്റേഴ്സ് ആൻഡ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ അസറ്റും ലാബിലിറ്റീസും തന്നിട്ടുള്ളത്. കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ: equity shares are to be reduced an equal number of shares of ₹25 each. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ എത്രയാണ്? 100. അപ്പോൾ 100 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ആക്കി മാറ്റുന്നു? 25 ആക്കി മാറ്റുന്നു. Then preference share to be reduced an equal amount of shares of 50 each. അപ്പോൾ ഇവിടെ 100 ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ല പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ എത്ര ആക്കി മാറ്റുന്നു? 50 ആക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും എന്ത് ചെയ്യുന്നു? അതിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് വൺ, ദ എമൗണ്ട് അവൈലബിൾ ടു ബി യൂസ്ഡ്. ആ എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിൽ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യും, അല്ലേ? ക്രെഡിറ്റ് ചെയ്യും. ആ എമൗണ്ട് റിട്ടേൺ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ സ്റ്റോക്ക്, ബാക്കി അതുപോലെ പ്രൊവിഷൻസ്, എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ പാറ്റൻറ്റ് റിട്ടേൺ ഓഫ് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ജേർണൽ എൻട്രിയിലേക്ക് പോവാം. ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ജേർണലൈസ് ദ ട്രാൻസാക്ഷൻ ആൻഡ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, ഫസ്റ്റ് എൻട്രി എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി റെഡ്യൂസ്ഡ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ₹25 ഈച്ച്. അപ്പോൾ ഇക്വിറ്റി ഷെയർ അങ്ങനെ റെഡ്യൂസ് ചെയ്യുകയാണ്. ഇക്വിറ്റി ഷെയർ എത്ര? 100 ഇക്വിറ്റി ഷെയറിനെ 25 ആക്കണം. അപ്പോൾ എൻട്രി എന്ത് വരും? എൻട്രി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ദെൻ ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. അപ്പോൾ ഇവിടെ 75 രൂപ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് പോകും. ഒരു ഷെയറിന് 75 രൂപ വെച്ചിട്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് പോകും. അപ്പോൾ പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഫേസ് വാല്യൂ എത്ര? 25 മാറി. അപ്പോൾ എൻട്രി എന്ത് വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 100. അപ്പോൾ അല്ലേ ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 100 ഉള്ളത്. ടു ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 25. അപ്പോൾ ബാക്കി 75 രൂപ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കും ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സെയിം അതേപോലെ തന്നെയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ 100 രൂപ ഉള്ളത് എത്ര ആക്കി മാറ്റുന്നു? 50 ആക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ എൻട്രി എന്ത് വരും? 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 100 ആയിരുന്നു, അതെന്താക്കി മാറ്റുന്നു? 50 ആക്കി മാറ്റുന്നു. അപ്പോൾ എൻട്രി എന്ത് വരാം? 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓൾഡ്, ദാറ്റ് ഈസ് 100 ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ന്യൂ. 100 ഉള്ളത് എന്താക്കി മാറ്റുന്നു? 50 ആക്കിയിട്ട്. അപ്പോൾ ഈ 50 രൂപ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നു. ഈ സാക്രിഫൈസ് ചെയ്ത എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് 3,75,000 3,75,000 കൂടിയിട്ട് 7,50,000 വന്നു. ഈ 7,50,000 നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഈ ഫിക്റ്റീഷ്യസ് അസറ്റും അതേപോലെ ഡെബിറ്റ് ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാക്കി ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ റിട്ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് റിട്ടേൺ ഓഫ് ചെയ്യുന്നത്? അവൈലബിൾ എന്തൊക്കെ റിട്ടേൺ ഓഫ് ചെയ്യുന്നു? പ്ലാന്റ് ആൻഡ് മെഷീനറി, സ്റ്റോക്ക് ഇൻ ട്രേഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 39,240, സ്റ്റോക്ക് ഇൻ ട്രേഡ് 15,000, പ്രൊവിഷന് 15,300, അതേപോലെ ബാലൻസ് എന്തുണ്ടെങ്കിൽ പാറ്റന്റ് റിട്ടേൺ ഓഫ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ 7,50,000 ആണ് നമുക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത്. ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഉള്ളത് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 7,50,000. ഈ 7,50,000 റിട്ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് 7,50,000. ഓക്കെ, അത് എന്തൊക്കെയാണ്? 1,45,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആദ്യം റിട്ടേൺ ഓഫ് ചെയ്യുന്നു. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 39,240, സ്റ്റോക്ക് ഇൻ ട്രേഡ് 15,000, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അത് 15,300. ഓക്കെ, ബാലൻസ് ഫിഗർ പാറ്റന്റ് റിട്ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്?
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഒക്കെ സാക്രിഫൈസ് ചെയ്ത എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ആ എമൗണ്ട് ഉപയോഗിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്ലാന്റ് ആൻഡ് മെഷീനറിയും സ്റ്റോക്ക് ഇൻ ട്രേഡും പാറ്റന്റും ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഒക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിങ്ങനെ ഇപ്പോൾ ജേർണലൈസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഒരു എൻ്റെ ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ എത്ര ഉള്ളൂ, 1,25,000. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ 3,75,000 ഉള്ളൂ. ഷെയർ ക്യാപിറ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ 1,25,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും 3,75,000 ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഈ ഷെയർ ക്യാപിറ്റൽ നോക്കാം. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ഷെയർ ക്യാപിറ്റൽ 5 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇല്ല. ലാബിലിറ്റി ട്രേഡ് പായബിൾസ് അത് അതേപോലെ തന്നെയാണ് 50,000. സോ ടോട്ടൽ അസറ്റ് ടോട്ടൽ ലാബിലിറ്റി 5,50,000. ഇനി അസറ്റ് നോക്കുക. അസറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാഞ്ചിബിൾ അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ് 1,33,760. 1,33,760 പ്ലാന്റ് ആൻഡ് മെഷീനറിയും പാറ്റന്റും ഒക്കെ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോയപ്പോഴുള്ള എമൗണ്ട് ആണത്. ദെൻ നോൺ ഇൻടാഞ്ചിബിൾ അസറ്റ് 8,50,000 ആയിരുന്നു. അതിൽ ബാക്കി എത്ര ഇവിടെ റിട്ടേൺ ഓഫ് ചെയ്തത് 5,35,460 എന്ത് ചെയ്തു, റിട്ടേൺ ഓഫ് ചെയ്തു. അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ് വരുന്നത്, ബാക്കി വരുന്നത് 3,14,540 ആണ്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് നില്ലാണ്. അത് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലേ, സ്റ്റോക്ക് ഇൻ ട്രേഡ് 55,000 ഉണ്ടായിരുന്നു. അതിന് 15,000 അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കി എമൗണ്ട് 40,000. സൺഡ്രി ഡെപ്റ്റേഴ്സ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടായിരുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ 77,000 ആയിട്ട് സൺഡ്രി ഡെപ്റ്റേഴ്സ് 15,300 കുറച്ചു. ബാക്കിയുള്ള എമൗണ്ട് 61,700. അപ്പോൾ ടോട്ടൽ അസറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു 5,50,000. സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻസ്. സിമ്പിളാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻസ് എന്നുള്ള ടോപ്പിക്ക്. ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാപിറ്റൽ റിഡക്ഷനിൽ നമ്മൾ സിമ്പിളാണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക് വളരെ സിമ്പിളാണ്. ഇന്റേണൽ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. അത് ഷെയർ ഹോൾഡേഴ്സിന്റെ കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയുള്ളൂ. അങ്ങനെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ഇവരുമായിട്ട് ചില അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഏർപ്പെടും. അങ്ങനെ ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും ഡിബഞ്ചർ ഹോൾഡേഴ്സും ഒക്കെ കുറച്ച് എമൗണ്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആ സാക്രിഫൈസ് ചെയ്ത എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ആ സാക്രിഫൈസ് ചെയ്ത എമൗണ്ട് ഉപയോഗിച്ചിട്ട് അസറ്റ്സ് ഓവർ വാല്യൂഷൻ ഓഫ് അസറ്റും പിന്നെ അതേപോലെ ഫിക്റ്റീഷ്യസ് അസറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസും ഒക്കെ സെറ്റ് ഓഫ് ചെയ്യാനും റിട്ടേൺ ഓഫ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.